കാൺപൂരിൽ രാജേഷ് ഗൗതം എന്ന ഒരു സ്കൂൾ ടീച്ചർ. ഇദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ രാജേഷിന്റെ കൂടെ പിറന്ന 2 സഹോദരങ്ങളുണ്ട്. മൊത്തം 3 പേരാണ്. ഈ രാജേഷ് ഗൗതമിന്റെ അച്ഛൻ വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഈ ഒരു കുടുംബത്തിന് 200 കോടിയിൽ കൂടുതൽ സ്വത്തുണ്ടായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുൻപ് തന്റെ സ്വത്ത് മുഴുവനും 3 മക്കൾക്കും സമമായി വിഭജിച്ചു കൊടുത്തു. അതിൽ രാജേഷ് ഗൗതം എന്ന ഈ മകന് മൊത്തം 30-40 കോടി രൂപ സ്വത്ത് ലഭിച്ചിട്ടുണ്ട്. ഈ 40 കോടി രൂപ സ്വത്തും തന്റെ അച്ഛന്റെ പക്കൽ നിന്നും രാജേഷ് വാങ്ങി. പിന്നീട് തനിക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് സ്കൂൾ ടീച്ചറായി ജോലി നോക്കി. കൂടാതെ സൈഡിൽ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. രാജേഷ് ഗൗതമിന് ഇപ്പോൾ 28 വയസ്സായി. അമ്മ നല്ലൊരു വിവാഹം നോക്കാൻ തുടങ്ങി. ഈ സമയം ഊർമിള എന്ന പെൺകുട്ടിയെക്കുറിച്ച് അറിയുന്നു. 2 കുടുംബവും ചേർന്ന് തീരുമാനിച്ച് വിവാഹം നടത്തി കൊടുക്കുന്നു. അതൊരു പ്രണയ വിവാഹമല്ല, അറേഞ്ച് മാരേജ് ആണ്. ഇങ്ങനെ ഈ ദമ്പതികളുടെ ജീവിതവും വളരെ നന്നായി തന്നെ പോകുന്നു. ഇദ്ദേഹം ടീച്ചറായി ജോലി ചെയ്യുന്നു, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നു. ഊർമിള ഹൗസ് വൈഫാണ്. ഇവർക്ക് അടുത്തടുത്ത് 2 ആൺകുട്ടികൾ ജനിച്ചു. മൊത്തത്തിൽ ഈ കുടുംബം വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നു. രാജേഷിന്റെ ഒരു ജീവിത രീതി നോക്കിയാൽ അദ്ദേഹം വളരെ ഷെഡ്യൂൾഡ് ആയിരിക്കും. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. 5:30 മുതൽ 6:30 വരെയും റെഗുലറായി വാക്കിംഗ് പോകും. പിന്നീട് ഒരു 7-7:30 സ്കൂളിലേക്ക് പോകും. പിന്നീട് സ്കൂൾ കഴിഞ്ഞ് തന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നോക്കി ഒരു 8 മണിക്കൊക്കെയാണ് തിരികെ വീട്ടിലേക്ക് വരിക. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഡെയിലി ജീവിതം മുന്നോട്ട് പോകുന്നത്. ഭാര്യ ഊർമിളയാണ് ഈ 2 മക്കളെയും വളരെ നന്നായി വളർത്തുന്നത്. ഈ സമയത്ത് രാജേഷ് ഗൗതം സ്കൂൾ ടീച്ചറായി ജോലി ചെയ്താൽ കൂടിയും ഇദ്ദേഹത്തിന് ബിസിനസ്സിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. സ്വന്തമായ ഒരു ഭൂമിയുണ്ട്. ഒരു ദിവസം ചിന്തിക്കുകയാണ്, വെറുതെ ഒരു ഭൂമി കിടക്കുകയാണ്, ഇവിടെ ഒരു അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാൾ പോലെ പണിതാൽ ഒരുപാട് റെന്റ് കിട്ടും, ലൈഫിൽ വീണ്ടും നന്നായി പണം സമ്പാദിക്കാം. അങ്ങനെ തന്റെ ഭൂമിയിൽ ഒരു അപ്പാർട്ട്മെന്റ് പണിയാൻ തീരുമാനിച്ചു. അപ്പാർട്ട്മെന്റ് പണിയാനായി ഒരു മേസ്തിരിയെ തിരയുകയാണ്. അയാളെ ഹയർ ചെയ്ത് അയാൾക്ക് കീഴിൽ തന്നെ ഈ തൊഴിലാളികളെല്ലാം വരും. സൈറ്റിന് ആവശ്യമായ മെറ്റീരിയൽസും മറ്റ് പണസഹായം എല്ലാം തനിക്ക് ചെയ്യാനും കഴിയും. അങ്ങനെ ഈ പണിക്ക് വേണ്ടി മേസ്തിരിയെ തിരയുമ്പോഴാണ് ശൈലേന്ദ്ര എന്ന 40 വയസ്സുള്ള ഒരു വ്യക്തിയുടെ കോൺടാക്ട് കിട്ടുന്നു. ഈ ശൈലേന്ദ്രയെക്കുറിച്ച് രാജേഷ് അന്വേഷിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു. അയാൾ ഒരുപാട് വീട് പണിതിട്ടുണ്ട്, എല്ലാം സക്സസ്ഫുൾ ആണ്. അതും യാതൊരു പിഴവുമില്ലാതെ വളരെ മനോഹരമായി വില കുറഞ്ഞ രീതിയിൽ തന്നെ പണിത് കൊടുക്കുന്നത് കൊണ്ട് ഇയാൾക്ക് തന്നെ തന്റെ പ്രോജക്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർക്കുള്ളിൽ ഒരു എഗ്രിമെന്റ് വരുന്നു. പിന്നീട് ഈ ബിൽഡിങ്ങിന്റെ പണിയെല്ലാം തുടങ്ങുന്നു. ഇതിനകം രാജേഷിന്റെ ജീവിതം വളരെ തിരക്കായി പോവുകയാണ്. സ്കൂളിലേക്ക് പോകും, പിന്നീട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യും. ഇപ്പൊ എക്സ്ട്രാ അവിടെ അപ്പാർട്ട്മെന്റ് ജോലി നടക്കുന്നത് കൊണ്ട് വൈകുന്നേരം ആ സൈറ്റിലേക്ക് പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. രാത്രി 9-10 മണിയാകും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭാര്യയ്ക്ക് വീട്ടിലുള്ള ജോലിയും അധികമായി. ഇങ്ങനെ ഇവരുടെ ജീവിതവും വളരെ തിരക്കായി പോവുകയാണ്. അപ്പാർട്ട്മെന്റും പതിയെ പൊങ്ങി വരികയാണ്. ഇപ്പൊ ശൈലേന്ദ്രയും ഇതിന്റെ ഉടമയായ രാജേഷ്, ഇവർ 2 പേരും ക്ലോസ് ആയി ഈ ഒരു ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇടയ്ക്കിടെ 2 പേരും കാണേണ്ട ഒരു സാഹചര്യം. ഒന്നുകിൽ രാജേഷ് സൈറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ ശൈലേന്ദ്ര ഇങ്ങോട്ട് വീട്ടിലേക്ക് വരും. പണം വാങ്ങാൻ വരുമോ, അല്ലെങ്കിൽ അടുത്ത് എന്താണ് പദ്ധതി, അടുത്ത് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനായി ശൈലേന്ദ്ര രാജേഷിന്റെ വീട്ടിലേക്ക് വരും. അങ്ങനെ വന്നു പോകുമ്പോഴാണ് ഈ രാജേഷിന്റെ ഭാര്യ ഊർമിളയ്ക്കും ശൈലേന്ദ്രയ്ക്കും ഇടയിൽ ഒരു സൗഹൃദം ഉണ്ടാകുന്നു. എന്നാൽ അത് ദിവസങ്ങൾ കഴിയും തോറും ഒരു പ്രണയമായി മാറാൻ തുടങ്ങി. പോരാത്തതിന് ഇവരുടെ പ്രണയത്തിന് ഭർത്താവിന്റെ ആബ്സെൻസ് ഒരുപാട് സഹായിക്കുന്നു. ഞാൻ ഇതിനകം പറഞ്ഞു, രാജേഷ് വളരെ ബിസി ആയതുകൊണ്ട് അദ്ദേഹം പൂർണ്ണ സമയവും ഈ സ്കൂളും ബിസിനസ്സും ഈ സൈറ്റിലുമൊക്കെ സമയം ചിലവഴിക്കുന്നത് കൊണ്ട് പകൽ മുഴുവൻ ഈ 2 കുട്ടികളെയും സ്കൂളിൽ അയച്ചതിന് ശേഷം ഊർമിള വീട്ടിൽ തനിച്ചാണ്. ഈ സമയങ്ങളിൽ ശൈലേന്ദ്രയും ഊർമിളയും അവരുടെ വീട്ടിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. തുടക്കത്തിൽ ശൈലേന്ദ്ര വീട്ടിലേക്ക് വന്നു പോകുമ്പോൾ അയൽക്കാർക്കൊന്നും യാതൊരു സംശയവും വന്നില്ല. ബിൽഡിംഗ് പണിയുകയാണ്, എഞ്ചിനീയർ വന്നു പോകുന്നു എന്ന് ചിന്തിച്ചു. പക്ഷേ പകൽ സമയത്ത്, അതും രാജേഷ് ഇല്ലാത്ത സമയത്ത് ശൈലേന്ദ്ര വരുന്നത് അധികമായി. 2-3 മണിക്കൂർ കഴിഞ്ഞാണ് തിരികെ പോകുന്നത്. 1-2 ദിവസം വന്നു, ഒരാഴ്ച വന്നു, ഇപ്പോൾ ദിവസവും വരാൻ തുടങ്ങി. ഇപ്പോൾ അയൽക്കാർക്കും എന്തോ ഒരു സംശയം വരാൻ തുടങ്ങി. ഇങ്ങനെ മാസങ്ങൾ പതിയെ പോകുന്നു. ഇപ്പോൾ അയൽവാസികളിൽ 2 പേർ രാജേഷിനോട് ഇതിനെക്കുറിച്ച് പറയുന്നു. എനിക്കറിയാം, നീ തിരക്കാണ്, എഞ്ചിനീയറെയൊക്കെ കാണും, പക്ഷേ നീ ഉള്ളപ്പോൾ അയാൾ വന്നാൽ പ്രശ്നമില്ല, നീ ഇല്ലാത്തപ്പോൾ പോലും അയാൾ ഒരുപാട് തവണ ഇവിടെ വരുന്നുണ്ട്, നീ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ രാജേഷിന് ഇത് വലിയ ഞെട്ടലായി മാറി. ഇപ്പോൾ അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. സാധാരണ ശൈലേന്ദ്ര എന്ത് ചെയ്യും? പണം എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരും, രാജേഷിൽ നിന്നും പണം വാങ്ങി തിരികെ പോകും. ഇനി മറ്റെന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കും. പക്ഷേ സംശയിക്കത്തക്ക രീതിയിൽ താൻ ഇല്ലാത്ത സമയം പല തവണ തൻ്റെ വീട്ടിലേക്ക് വരുന്നത് രാജേഷും ശ്രദ്ധിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ശരിയായ കാരണം മനസ്സിലായില്ല. ഭാര്യയ്ക്കും അവനും ഇടയിൽ ഒരു ബന്ധമുണ്ട്, ആ ഒരു രീതിയിൽ പോലും അദ്ദേഹം ചിന്തിച്ചില്ല. പക്ഷെ എന്തോ ശരിയില്ല എന്ന് മാത്രം മനസ്സിലായി.
കാരണം അയൽക്കാരൊക്കെ ശ്രദ്ധിച്ച് പറയുന്ന അത്ര തരത്തിലേക്ക് ഈ ഒരു പ്രശ്നം പോയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ശൈലേന്ദ്രയെ വിളിച്ച് രാജേഷ് പറഞ്ഞു, ഇനി ഞാൻ ബിൽഡിംഗ് കണ്ടിന്യൂ ചെയ്യുന്നില്ല, പണത്തിനെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ സെറ്റിൽമെന്റ് എല്ലാം ഞാൻ ചെയ്യാം, ഇതോടുകൂടി പണിയെല്ലാം അവസാനിപ്പിച്ച് പൊയ്ക്കോളാൻ ആവശ്യപ്പെട്ടു. ഇനി എൻ്റെ വീട്ടിലേക്കോ സൈറ്റിലേക്കോ നീ വരണ്ട, എനിക്കും നിനക്കും യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് എല്ലാം സെറ്റിൽ ചെയ്ത് ശൈലേന്ദ്ര അയച്ചു. അതിനുശേഷം ഭാര്യയോടും പറയുന്നു, അയൽക്കാരൊക്കെ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, ആ എഞ്ചിനീയർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന്. ഞാനൊന്നും നിന്നെ തെറ്റായി വിചാരിച്ചിട്ടില്ല, പക്ഷെ അയൽക്കാരൊക്കെ ഇങ്ങനെ പറയുകയല്ലേ, അതുകൊണ്ട് ഞാൻ അയാളെ ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീയും ഇനി ഞാനില്ലാത്ത സമയത്ത് ആരെയും വീട്ടിലേക്ക് കയറ്റണ്ട. ഇങ്ങനെ ഭാര്യയ്ക്കും ഇൻഡയറക്റ്റായി ഒരു മുന്നറിയിപ്പ് നൽകി. സാധാരണ ഈ രാജേഷ് എന്ന വ്യക്തിയെ കാണാൻ ഒരു നല്ല മനുഷ്യൻ പോലെ തോന്നും. അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല, പ്രശ്നം വന്നാലും വളരെ മെച്യൂരിറ്റിയോടുകൂടി തന്നെ അത് പരിഹരിക്കും. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ ദേഷ്യപ്പെട്ട ഭാര്യയെ അടിച്ച് അയാളെ കൊന്ന് ഡിവോഴ്സ് ചെയ്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഇദ്ദേഹം ഈ കുടുംബം നശിക്കാൻ പാടില്ല, തൻ്റെ മക്കൾക്ക് അമ്മ വേണം എന്ന ഉദ്ദേശത്തോടു കൂടി, കൂടാതെ ഇദ്ദേഹം 100% സത്യവും അറിയില്ല, വെറുതെ എന്തിനാണ് തെറ്റിദ്ധരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്തു. ഇനി തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല, എഞ്ചിനീയർ പോയി മറ്റാരെങ്കിലും വെച്ച് ഈ അപ്പാർട്ട്മെന്റ് ഫിനിഷ് ചെയ്യാമെന്നും അദ്ദേഹം ചിന്തിച്ചു. എന്നാൽ രാജേഷ് ഇങ്ങനെ ചിന്തിച്ചു, പക്ഷെ ഭാര്യ ഊർമിള മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത്. ഈ പ്രണയം കാരണം കണ്ണുകളിൽ ഇരുട്ട് മൂടാൻ തുടങ്ങി. ഈ ശൈലേന്ദ്ര ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും, പലതവണ സംസാരിക്കും, ഭക്ഷണം കൊടുക്കും. ഒരു ഭാര്യ ഭർത്താവ് എന്ന ഒരു റിലേഷൻഷിപ്പിലായിരുന്നു രണ്ടുപേരും ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് അവൻ ജോലിയിൽ നിന്നും പോയപ്പോൾ അവനെ കാണാൻ സാധിച്ചില്ല. വല്ലാതെ അപ്സെറ്റായി. ഭർത്താവിൽ ഇപ്പോൾ വല്ലാത്ത ദേഷ്യം വരാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ജോലിയിൽ നിന്നും പറഞ്ഞയച്ചത്? എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു അല്പം സന്തോഷം ഇപ്പോൾ നഷ്ടമായല്ലോ. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ വരുന്നു. ഇപ്പോൾ ഊർമിള വീണ്ടും ശൈലേന്ദ്രയെ ഫോണിലൂടെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. ഭർത്താവ് സ്കൂളിലേക്ക് പോയതിനു ശേഷം മണിക്കൂറുകളോളം ശൈലേന്ദ്രയുമായി സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ രാവും പകലുമെന്നില്ലാതെ ഫോണിലൂടെ സംസാരിക്കാൻ തുടങ്ങി. ഊർമിളയ്ക്ക് കാമുകനെ മറക്കാൻ സാധിച്ചില്ല. ഒരു ഘട്ടത്തിൽ വല്ലാത്ത ഫ്രസ്ട്രേഷൻ. ഈ ശൈലേന്ദ്രയെ കാണാതെ ഒരു ദിവസം കടത്തിവിടുന്നത് പോലും വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നി. ഇപ്പോൾ ഊർമിള ചിന്തിച്ചത്, എത്ര ദിവസം താൻ ഇങ്ങനെ ജീവിക്കും? ഒരുമിച്ച് ജീവിക്കാൻ എന്താണ് വഴി? ഇങ്ങനെ രണ്ടുപേരും ചേർന്ന് ചിന്തിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ഊർമിള കരുതിയത് ഭർത്താവിൽ നിന്നും ഡിവോഴ്സ് വാങ്ങാമെന്ന് ചിന്തിച്ചു. പക്ഷെ ഡിവോഴ്സ് വാങ്ങുന്നതിലും പ്രശ്നമുണ്ട്. രാജേഷ് സമ്പന്നനാണ്, 30-40 കോടി രൂപ സ്വത്തുണ്ട്. ഈ സ്വത്തിൽ ഊർമിളയ്ക്കും മക്കൾക്കും അവകാശമുണ്ട്. ഇപ്പോൾ ഞാൻ ഡിവോഴ്സ് വാങ്ങി പോവുകയാണെങ്കിൽ ഒരു പൈസ പോലും അയാൾ തരില്ല. ജീവനാംശം എന്നൊരു എമൗണ്ട് ഉണ്ട്, അത് വെച്ച് ജീവിതകാലം മുഴുവനും ജീവിക്കാൻ കഴിയില്ല. ഈ 30-40 കോടി രൂപ സ്വത്തിനിങ്ങനെ ഉപേക്ഷിച്ച് പോകാനും ഊർമിളയ്ക്ക് മനസ്സില്ല. അതേസമയം തൻ്റെ കാമുകനെയും പിരിയാൻ മനസ്സില്ല. ഇതിന് ഒരേയൊരു വഴി എന്താണ്? തൻ്റെ ഭർത്താവിനെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് ഒരേയൊരു വഴി അയാളെ കൊല്ലുകയാണ്. അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി എല്ലാ സ്വത്തും തനിക്ക് വരും. കുറച്ച് ദിവസത്തിൽ കാമുകനുമായി സന്തോഷത്തോടു കൂടി ജീവിതം ആരംഭിക്കാം. ഇങ്ങനെ വളരെ തെറ്റായ ഒരു പദ്ധതിയാണ് ഊർമിളയുടെ മനസ്സിൽ വരാൻ തുടങ്ങിയത്. ഈ പദ്ധതിയെക്കുറിച്ച് ശൈലേന്ദ്രയോടും പറയുന്നു. ശൈലേന്ദ്രയും അതിനെ സമ്മതിച്ചു. അവൻ ഒരു സാധാരണ മേസ്തിരിയായി ജോലി ചെയ്യുന്നവനാണ്. ഒരു ദിവസം വളരെ കുറഞ്ഞ ശമ്പളം മാത്രം കിട്ടും. പക്ഷേ ഈ ഒരു സൈഡ് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി, 40 കോടി രൂപ സ്വത്ത് എന്തിനു വെറുതെ വിടണം? നീ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ ചെയ്യാമെന്നും അവൻ പറഞ്ഞു. ഊർമിള ആദ്യം ചെയ്തത്, രാജേഷിന്റെ 2 സഹോദരന്മാർ, ഈ സഹോദരങ്ങൾക്കും രാജേഷിനും ഇടയിൽ ഒരു വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അവർക്കിടയിൽ ഒരു പകയുണ്ടെന്ന കാര്യം നാട്ടുകാരറിയും. ഇതിനിടയിൽ രാജേഷ് മരിച്ചാലും ആ കുറ്റം സഹോദരങ്ങളിലേക്ക് പോകും. ഇങ്ങനെ രാജേഷിനും ഈ സഹോദരങ്ങൾക്കും ഇടയിൽ ഒരു വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. അച്ഛൻ എപ്പോഴാണോ സ്വത്ത് മക്കൾക്ക് ഇങ്ങനെ വിഭജിച്ചു കൊടുത്തത് അന്ന് മുതൽ ഇന്ന് വരെയും രാജേഷിനും സഹോദരങ്ങൾക്കും ഇടയിൽ ഒരു ചെറിയ വഴക്ക് പോലും ഉണ്ടായിട്ടില്ല. ചെറിയ പ്രായം മുതൽ പരസ്പരം വളരെ സ്നേഹത്തോടു കൂടി പെരുമാറും. ഊർമിള എത്ര ഗെയിം പ്ലേ ചെയ്തിട്ടും ഈ സഹോദരങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ വഴക്ക് പോലും വന്നില്ല. ആദ്യത്തെ പ്ലാൻ ഫെയിലിയറായി. ഇതിൽ അവർക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷൻ. ശരി, മറ്റൊരു പ്ലാൻ ചെയ്യാം. രാജേഷ് കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം വച്ചവനെ കൊല്ലാം. അങ്ങനെ ഒരു ദിവസം അവൻ കഴിക്കാനായി വരുമ്പോൾ അതിൽ വിഷം വയ്ക്കുന്നു. അയാളും കഴിക്കുന്നു. കഴിച്ച് അവസാനിച്ചതിന് ശേഷം അയാൾക്ക് വല്ലാത്ത തലവേദന, വോമിറ്റിംഗ് ടെൻഡൻസി, വോമിറ്റ് ചെയ്യുന്നു. ഒരു പക്ഷേ ഫുഡ് പോയിസൺ ആയിരിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം നേരെ ആശുപത്രിയിലേക്ക് പോകുന്നു. അഡ്മിറ്റ് ആകുന്നു. ഡോക്ടേഴ്സിന് പോലും ശരിക്കും അയാളുടെ ശരീരത്തിൽ വിഷമുണ്ടെന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചില്ല. ഫുഡ് പോയിസൺ ആയെന്ന് കരുതി 2-3 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, ട്രീറ്റ്മെന്റ് എടുത്തു. എങ്ങനെയോ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു തിരികെ വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ ഈ പ്ലാനും ഫെയിലിയറായി. ഇപ്പോഴും ഊർമിളയ്ക്ക് വല്ലാത്ത ദേഷ്യം. എന്തൊക്കെ തന്നെ ചെയ്താലും ഇയാളെ കൊല്ലാൻ സാധിക്കുന്നില്ലല്ലോ. ഇയാളിനി മരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വല്ലാത്ത ദേഷ്യവും വെറുപ്പും. ഇനിയൊരു കാര്യം ചെയ്യാം, താൻ എന്തായാലും ഇനി ഇതിനു വേണ്ടി ഇറങ്ങണ്ട. ഇങ്ങനെ ചെയ്യുന്ന പ്രൊഫഷണൽസ് കാണുമല്ലോ, ഹിറ്റ്മാൻ ഉണ്ടാകും. പണം കൊടുത്താൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്യും.
അവർക്ക് പണം കൊടുത്ത് ഭർത്താവിനെ കൊല്ലാം എന്ന് ശ്രമിക്കുന്നു. അപ്പോൾ ഈ കാമുകനായ ശൈലേന്ദ്ര വഴി ഒരു ഹിറ്റ്മാനെ അറേഞ്ച് ചെയ്യുന്നു. അയാൾ പറഞ്ഞത്, ഞാൻ കൊല്ലാം, പക്ഷെ എനിക്ക് 40 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇവരും തരാം, ആദ്യം ഒരു 2-3 ലക്ഷം രൂപ തരാം, കൊലപാതകം നടന്നതിന് ശേഷം ബാക്കി പണം നിനക്ക് തരാമെന്നും പറഞ്ഞു. പക്ഷെ അതൊന്നും അയാൾ സമ്മതിച്ചില്ല. ഒരുപാട് പേര് എന്നെ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട്, ആദ്യം എനിക്ക് 40 ലക്ഷം രൂപ വേണം, പിന്നീട് ഞാൻ കൊല്ലാമെന്നും പറഞ്ഞു. ഊർമിളയും അതിനെ സമ്മതിച്ചു. ഊർമിളയുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. ഭർത്താവിന് അറിയാതെ ഭർത്താവിന്റെ അക്കൗണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ എടുത്ത് ഹിറ്റ്മാന് കൊടുത്തു. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കഥയെല്ലാം അവസാനിപ്പിക്കാമെന്ന് ഹിറ്റ്മാനും പറഞ്ഞു പോയി. എന്നാൽ 1 മാസം കഴിഞ്ഞിട്ടും അവന്റെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഒന്നുമില്ല. ഇന്ന് കൊല്ലും, നാളെ കൊല്ലും എന്ന് വിചാരിച്ച് ഭാര്യ കാത്തിരിക്കുകയാണ്. ഈ വിദേശത്തേക്ക് പോയ ഭർത്താവ് ഇന്ന് വരും നാളെ വരുമെന്ന് കാത്തിരിക്കുന്ന ഭാര്യമാരെ കുറിച്ചൊക്കെ നമുക്കറിയാം. എന്നാൽ ഇവിടെ തന്റെ ഭർത്താവിന് ഇന്ന് കൊല്ലുമോ നാളെ കൊല്ലുമോ എന്ന് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഭാര്യയെ ഈ ഒരു കേസിലാണ് കാണുന്നത്. ഇങ്ങനെ കാത്തിരുന്ന് നോക്കി ഭർത്താവിനെ ആരും തന്നെ കൊല്ലുന്നില്ല. ഇപ്പോൾ വീണ്ടും ദേഷ്യം. വീണ്ടും കാമുകനെ വിളിച്ച് ഇവർ ഹയർ ചെയ്ത ഹിറ്റ്മാനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അവന്റെ ഫോൺ നോട്ട് റീച്ചബിൾ. ഏതൊക്കെ രീതിയിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവനെക്കുറിച്ച് ഒരു വിവരമില്ല. ഒരു 2 മാസത്തിന് ശേഷമാണ് ഇവർക്ക് മനസ്സിലായത് 40 ലക്ഷം രൂപയും വാങ്ങി അവൻ പറ്റിച്ചിട്ട് പോയെന്ന്. ഒന്ന് ചിന്തിച്ച് നോക്കുക, ആരെങ്കിലും ഇത്രയും പണം മൊത്തമായി ഇങ്ങനെ നൽകുമോ? 40 ലക്ഷം രൂപ കയ്യിൽ വന്നു, ഇനി ഞാൻ എന്തിനൊരു കൊലപാതകം ചെയ്യണം? ഇത്ര വലിയ തുകയും കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ കൊലപാതകം ചെയ്തു, പോലീസ് എന്നെ പിടിച്ച് ജയിലിൽ കിടന്നാൽ പിന്നെ എനിക്ക് എന്ത് പ്രയോജനമാണ്? അങ്ങനെ കരുതിയ ആ ഹിറ്റ്മാൻ കൊലപാതകത്തിൽ നിന്നും അങ്ങ് ഒഴിഞ്ഞു. അയാൾ ആ പണം എടുത്തുകൊണ്ട് പോയി. ഇതിൽ ഊർമിളയ്ക്ക് വീണ്ടും വല്ലാത്ത ദേഷ്യം. ശരി, മറ്റാരെയെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. അങ്ങനെ കാമുകനായ ശൈലേന്ദ്ര വഴി മറ്റൊരു ഹിറ്റ്മാനെ അറേഞ്ച് ചെയ്തു. അവനും ഇത് തന്നെ പറഞ്ഞു, എനിക്ക് ആദ്യം തന്നെ പണം വേണം, ഞാൻ ഇക്കാര്യം അവസാനിപ്പിക്കാമെന്ന്. പക്ഷെ അവർക്ക് ഇതിനകം തന്നെ 40 ലക്ഷം രൂപയുടെ ഒരു കൈപ്പേര് അനുഭവം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇത്തവണയും അങ്ങനെ സംഭവിക്കുമെന്ന് ഭയന്നുകൊണ്ട് ഇവർ പറഞ്ഞത്, വേണ്ട, ആദ്യം 1 ലക്ഷം 2 ലക്ഷം അഡ്വാൻസ് തരാം, നീ കൊലപാതകം ചെയ്ത് അവസാനിച്ചതിന് ശേഷം ബാക്കി പണം തരാമെന്നും പറഞ്ഞു. പക്ഷേ അവൻ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് അവൻ ആ കൊലപാതകം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു പോയി. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്നേ അറിയില്ല. സത്യത്തിൽ ഫോൺ വഴിയാണ് ഈ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കുന്നത്. ശൈലേന്ദ്ര ഇതുവരെയും ഊർമിള കണ്ടിട്ടില്ല. ഭർത്താവിനെ കൊന്നിട്ട് കാമുവിനെ കണ്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള വല്ലാത്ത ഒരു ആകാംക്ഷയിൽ, ആ ഒരു ആഗ്രഹത്തിലാണ് ഊർമിള ഉള്ളത്. ഇങ്ങനെ രണ്ടുപേരും കാത്തിരുന്ന് നോക്കി. അവസാനം ഈ രണ്ടുപേരും തീരുമാനിച്ചത്, ഇനി ആരെ വിശ്വസിച്ചിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ഭർത്താവിനെ കൊല്ലാം. ഇങ്ങനെ ഊർമിള ഒരു തീരുമാനത്തിലെത്തി. അതിന് കാമുകനും സമ്മതം അറിയിച്ചു. ഇപ്പൊ ഊർമിള ശൈലേന്ദ്ര രണ്ടുപേരുടെയും പദ്ധതി, നമ്മൾ ചെയ്യാൻ പോകുന്ന കൊലപാതകം ഒരു അപകടമായിരിക്കണം, ഒരു കാരണവശാലും പോലീസിൽ അകപ്പെടാൻ പാടില്ല. ഒരു അപകടമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കേസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. ഭർത്താവിനെ ആക്സിഡന്റിലൂടെ കൊല്ലാനായി ഒരു വാൻ വാങ്ങുന്നു. പുതുതായി ഒരു കാർ വാങ്ങി, അതായത് ഒരു സെക്കൻഡ് ഹാൻഡിൽ ഒരു കാർ വാങ്ങി ഫേക്ക് നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തു. ഇവരുടെ പദ്ധതി, ആ കാറിലൂടെ ഭർത്താവിനെ ഇടിച്ചു കൊന്നതിന് ശേഷം മറ്റൊരു കാറിൽ കയറി രക്ഷപ്പെടുക. ഇതാണ് പദ്ധതി. ഊർമിള പറഞ്ഞത്, എനിക്ക് സ്വന്തമായൊരു കാറുണ്ട്, അത് നമുക്ക് രക്ഷപ്പെടാൻ ഉപയോഗിക്കാം. സെക്കൻഡ് ഹാൻഡിൽ ഒരു കാർ വാങ്ങിയല്ലോ, അത് വെച്ച് നമുക്ക് ഭർത്താവിനെ കൊല്ലാം. പക്ഷെ അപ്പോഴും ഊർമിള പറയുകയാണ്, എനിക്ക് നേരിട്ട് ഇൻവോൾവ് ആകാൻ പറ്റില്ല, നീയും ഡയറക്റ്റ് ഇൻവോൾവ് ആകണ്ട, നമുക്കൊരു ഡ്രൈവറെ ഹയർ ചെയ്യാം, അയാൾക്ക് കുറച്ച് പണം കൊടുത്ത് സെറ്റ് ചെയ്യാമെന്നും പറഞ്ഞു. കാമുകനും സമ്മതിച്ചു. ഇങ്ങനെ ശൈലേന്ദ്ര 2 പേരെ ഹയർ ചെയ്തു. അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ജോലി ഇതാണ്, നേരെ വണ്ടി ഓടിച്ചാൽ മതി, സ്പീഡിൽ ഓടിക്കുക, പറയുന്നയാളെ ഇടിച്ചു കൊല്ലുക, അയാൾ മരിച്ചതിന് ശേഷം അറിയാതെ ഇടിച്ചതാണ്, അപകടമാണെന്നും പറഞ്ഞ് പോലീസിന്റെ കാലിലങ്ങ് വീണാൽ മതി, പിന്നീട് രക്ഷപ്പെടും. ഇനി പോലീസ് പിടിച്ചാൽ പോലും അപകടമാണെന്ന് സ്ഥിരീകരിച്ച് ചെറിയൊരു ഫൈൻ അടയ്ക്കേണ്ടി വരും, പിന്നെ രക്ഷപ്പെടാൻ കഴിയുമെന്നും പറഞ്ഞു. അങ്ങനെ 2 പേരും ഇതിന് ശരിയെന്ന് പറഞ്ഞു. ഇപ്പൊ രാജേഷിന്റെ ഒരു രീതി, എല്ലാ ആഴ്ചയുടെയും അവസാന ദിവസത്തിൽ അദ്ദേഹം വാക്കിങ്ങിന് പോകും. അങ്ങനെ വാക്കിങ്ങിന് പോകുമ്പോൾ തൻ്റെ 2 മക്കളെയും കൂടെ കൊണ്ടുപോകും. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം 2 മക്കളെയും കൂട്ടി വാക്കിങ്ങിന് പോകുന്നു. ഇപ്പോൾ 2 മക്കളെയും വിളിച്ചു കൊണ്ടുപോയപ്പോൾ ഊർമിളയ്ക്ക് വല്ലാത്ത ഞെട്ടലായി. കാരണം അന്നാണ് ഭർത്താവിനെ കൊല്ലാൻ ഇവർ ദിവസം കുറിച്ചത്. മക്കളെയും കൂടെ കൊണ്ടുപോയാൽ അവരുടെ ജീവനും ആപത്ത് വരും എന്ന് മനസ്സിലായി ഊർമിള ഭർത്താവിനോട് പറയുകയാണ്, ഇന്ന് മക്കളെ കൊണ്ടുപോകണ്ട, മക്കൾക്ക് ഇന്ന് എന്തോ സുഖമില്ല, നിങ്ങൾ മാത്രം പോയാൽ മതി, ഞാൻ നാളെ അയക്കാമെന്നും പറഞ്ഞു. അദ്ദേഹവും ഇത് വിശ്വസിച്ചുകൊണ്ട് വാക്കിങ്ങിന് പോകുന്നു. രാവിലെ 6 മണിക്ക് പോയി. അങ്ങനെ അദ്ദേഹം ആ വഴിയിലൂടെ വാക്കിങ്ങിന് പോകുന്നത് CCTVയിലും പതിഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു കാർ അയാളെ ഫോളോ ചെയ്തു വരുന്നു. അതിന് ബാക്കിലൂടെ ഫോളോ ചെയ്തുകൊണ്ട് മറ്റൊരു കാറും വരുന്നു. ആ പിന്തുടർന്നു വരുന്ന ആ വൈറ്റ് കളർ വാനിലുണ്ടായിരുന്നതാണ് ഊർമിളയും കാമുകനായ ശൈലേന്ദ്രയും. ഇവർ അറേഞ്ച് ചെയ്ത് ആ 2 ഡ്രൈവർ, ഇവർ സെക്കൻഡ് ഹാൻഡ് വാങ്ങി ആ കാറ് ഓടിച്ചുകൊണ്ട് മുന്നിലൂടെ പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥലം, ചുറ്റും ആരും തന്നെ ഇല്ല, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശം.
ഇതാണ് ശരിയായ സന്ദർഭം എന്നവർക്ക് മനസ്സിലായി. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന രാജേഷിന് മുകളിലൂടെ ഈ കാർ കയറ്റി ഇറക്കുന്നു. ഇപ്പൊ രാജേഷിന് തലയിൽ ശക്തമായ പരിക്ക്, രക്തമൊഴുകുകയാണ്. ഇവരുടെ പദ്ധതി അനുസരിച്ച് ഇടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് ഒരല്പദൂരം പോവുക, എന്നിട്ട് ആ കാറിൽ നിന്നും ഇറങ്ങി മറ്റൊരു കാറിൽ കയറി രക്ഷപ്പെടുക. ഇതാണ് പദ്ധതി. പക്ഷെ ഇവിടെ സംഭവിച്ചത് രാജേഷിനെ ഇടിച്ച ആ ഒരു ഫോഴ്സിൽ ഇവരുടെ കാർ സ്കിഡാകുന്നു, മറിയുന്നു. അങ്ങനെ ഒരു മരത്തിൽ ഇടിച്ച കാർ നിൽക്കുന്നു. ഇപ്പോൾ ഡ്രൈവേഴ്സ് രണ്ടുപേരും അതിൽ നിന്നും ഇറങ്ങി വളരെ വേഗത്തിൽ ഓടി. പുറകിൽ നിന്ന് വന്ന കാർ, അതായത് ശൈലേന്ദ്രയും ഊർമിളയും വന്ന കാറിൽ കയറി ഇവർ രക്ഷപ്പെടുന്നു. ഇപ്പോൾ ഒരു അല്പസമയം കഴിഞ്ഞ് ആ ഏരിയയിൽ ആളുകളെല്ലാം തടിച്ചുകൂടാൻ തുടങ്ങി. പോലീസ് വിവരം അറിയുന്നു. പോലീസും സംഭവ സ്ഥലത്തെത്തി. ഇതൊരു ഹിറ്റ് ആൻഡ് റൺ കേസാണെന്ന് പോലീസും കരുതി. ആരോ ഒരാൾ കാർ കൊണ്ട് ഇടിച്ചു, പക്ഷെ ഭയന്നുകൊണ്ട് അയാൾ ഓടി രക്ഷപ്പെട്ടുവെന്നും പോലീസ് ചിന്തിച്ചു. പക്ഷെ ഇത് കണ്ട ചില ജനങ്ങൾ പറഞ്ഞത്, സർ, ഡ്രൈവർ രണ്ടുപേരുണ്ടായിരുന്നു. ഈ ഒരു അപകടം നടന്നതിന് ശേഷം അവർ വളരെ വേഗത്തിൽ ഓടി മറ്റൊരു കാറിൽ കയറി രക്ഷപ്പെടുന്നത് ഞങ്ങൾ കണ്ടുവെന്ന് ചിലർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അങ്ങനെയാണെങ്കിലും പോലീസ് ഇത് തുടക്കത്തിൽ ഒരു അപകടം എന്ന രീതിയിലാണ് കേസ് ഫയൽ ചെയ്ത് അന്വേഷിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ രാജേഷിന്റെ ജീവൻ നഷ്ടമായിട്ടില്ല, ജീവനുണ്ട്. അദ്ദേഹം ജീവന് വേണ്ടി ഇങ്ങനെ പോരാടുകയാണ്. പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ നിർഭാഗ്യവശാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരിച്ചു. പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള ഭാര്യയെ വിവരം അറിയിച്ചു. ഭാര്യ വളരെ ഭയന്ന് വിറച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് വരുന്നു. ആശുപത്രിയിൽ എത്തിയതും നിലവിളിച്ചു കരഞ്ഞ് വലിയൊരു നാടകം സൃഷ്ടിച്ചു. പോലീസ് ഒരു അപകടം എന്ന രീതിയിൽ ഈ ഒരു കേസ് ഹാൻഡിൽ ചെയ്താലും പക്ഷെ അപ്പോഴും പോലീസിന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം, ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഫേക്കാണ്. സാധാരണ ഒരു അപകടം സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും? റോഡിലൂടെ പോകുന്ന ഒരു വാഹനം അറിഞ്ഞോ അറിയാതെയോ ഒരു അപകടം സംഭവിക്കും, നമ്പർ പ്ലേറ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഈ ഇടിച്ചിട്ട വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഫേക്കാണ്. അപ്പോൾ ഇതൊരു കൊലപാതകമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് ചിന്തിച്ചു. എന്നാൽ അതിന് ശരിയായ തെളിവുകളില്ല. ഈ സമയത്താണ് മരിച്ച രാജേഷിന്റെ സഹോദരൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന ഒരു വിവരം പറയുന്നു. എൻ്റെ സഹോദരന്റെ മരണം അപകടമാകാൻ സാധ്യതയില്ല, അത് കൊലപാതകമായിരിക്കാൻ ഒരുപാട് സാധ്യതയുണ്ടെന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഞാൻ തുറന്നു തന്നെ പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ സഹോദരൻ രാജേഷ് എന്നോട് വന്ന് പറഞ്ഞു, ഞാനൊരു കെട്ടിടം പണിയുകയാണ്, അതിൽ ശൈലേന്ദ്ര എന്നൊരു മേസ്തിരി ഉണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടെ എൻ്റെ വീട്ടിലേക്ക് വന്നു പോകുന്ന കാര്യം അയൽക്കാർ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവനെ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചത്. എൻ്റെ ഭാര്യയോടും ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. എൻ്റെ ഭാര്യയ്ക്കും അവനും ഇടയിൽ എന്താണ് ബന്ധമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എന്തോ ഒന്നുണ്ട്. എങ്കിലും ഞാൻ വളരെ ആഴത്തിലേക്ക് പോയില്ല. എൻ്റെ കുടുംബം ചിന്നാഭിന്നമാകാതിരിക്കാനായി ഞാൻ അക്കാര്യം അങ്ങനെ ഉപേക്ഷിച്ചുവെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ സഹോദരൻ്റെ ഭാര്യയിൽ ഒരു സംശയമുണ്ട്. എൻ്റെ സംശയം സ്ഥിരീകരിക്കുന്ന രീതിയിൽ എൻ്റെ സഹോദരൻ ഇക്കാര്യങ്ങൾ പറഞ്ഞ അടുത്ത ചില ദിവസത്തിൽ തന്നെ സഹോദരന് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റായി. തീർച്ചയായും അതിനും ഭാര്യ തന്നെയാകണം കാരണം. എന്നെ സംബന്ധിച്ചിടത്തോളം സഹോദരൻ്റെ ഭാര്യ തന്നെയാണ് എന്തോ ചെയ്തത്. നിങ്ങളൊന്ന് ആഴത്തിൽ അന്വേഷിക്കണമെന്നും പോലീസിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പോലീസ് എല്ലാ ഡോട്ടും കണക്ട് ചെയ്തു. ഫേക്കായ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചിലർ പറഞ്ഞത് 2 പേർ മറ്റൊരു കാറിൽ കയറി പോയി എന്നും. അതുകൊണ്ട് പോലീസ് ഈ അപകടം നടന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുന്നു. അപ്പോൾ ഒരു CCTV ദൃശ്യത്തിൽ കാണിക്കുന്നുണ്ട്, ആദ്യം ഇദ്ദേഹം നടന്നു പോകുന്നുണ്ട്. പുറകിലൂടെ ഈ അപകടം സംഭവിച്ച കാർ വരുന്നുണ്ട്. ആ കാറിന് പുറകിൽ മറ്റൊരു വെള്ളക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പ്ലാൻ ചെയ്താണ് രാജേഷിനെ ഇടിച്ച് തെറിപ്പിച്ചത് എന്ന് മാത്രം മനസ്സിലായി. ഇപ്പോൾ പോലീസിന്റെ സംശയം മുഴുവനും ഊർമിളയിലേക്കും ശൈലേന്ദ്രയിലേക്കും പോകുന്നു. എങ്കിലും ഇവരെ ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ ഇവരുടെ പക്കൽ തെളിവുകളൊന്നുമില്ല. ആദ്യം ഊർമിളയ്ക്കും ശൈലേന്ദ്രയ്ക്കും എന്താണ് ബന്ധമെന്ന് മനസ്സിലാക്കാനായി അവരുടെ സെൽഫോൺ റെക്കോർഡ്സ് പരിശോധിച്ചു. 2 പേരും മാസങ്ങളോളം സംസാരിച്ചതിൻ്റെ തെളിവുകൾ ലഭിക്കുന്നു. അതും ഈ രാജേഷ് മരിക്കുന്ന ദിവസം, അന്നത്തെ ദിവസം രാവിലെ 5:30 മണിക്കൊക്കെ ശൈലേന്ദ്ര വിളിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇന്ന് ഇയാൾ കൃത്യസമയത്ത് വാക്കിങ്ങിന് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്താനാണ് ആ സമയത്ത് ശൈലേന്ദ്ര വിളിച്ചത്. അതിനുശേഷം രാജേഷ് വാക്കിങ്ങിനായി വീട്ടിൽ നിന്നും ഇറങ്ങിയ ഉടൻ തന്നെ ഊർമിള ശൈലേന്ദ്രയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പോലീസ് തന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഊഹിച്ചെടുക്കുന്നു. രാജേഷ് വാക്കിങ്ങിന് പോയ അപ്പോൾ തന്നെ ശൈലേന്ദ്ര ഊർമിള വിളിച്ചു. പോലീസിന്റെ ഊഹം അനുസരിച്ച് രാജേഷ് വീട്ടിൽ നിന്നും ഇറങ്ങിയ ഉടനെ ഊർമിള ശൈലേന്ദ്രയ്ക്ക് വിളിക്കുന്നു. ശൈലേന്ദ്ര ആ 2 ഡ്രൈവേഴ്സിനെ വിളിച്ച് അലേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ശൈലേന്ദ്രയും ഊർമിളയും മറ്റൊരു കാറിൽ ഫോളോ ചെയ്തു പോയി. അപ്പോൾ ഈ പാറ്റേൺ എല്ലാം പോലീസിനെ കൊണ്ട് ഊഹിച്ചെടുക്കാൻ കഴിഞ്ഞു. അടുത്ത പോലീസ് ഈ ശൈലേന്ദ്രയുടെയും ഊർമിളയുടെയും സെൽഫോൺ ലൊക്കേഷൻസ് നോക്കുന്നു. അതായത് കൊലപാതകം നടന്നപ്പോൾ ഇവ 2 പേരും എവിടെയായിരുന്നു എന്നറിയാനായി നോക്കിയപ്പോൾ രാജേഷിന് അപകടം സംഭവിച്ച ആ സമയം ആ ലൊക്കേഷനിലാണ് ഇവർ 2 പേരുടെയും സെൽഫോൺ ലൊക്കേഷൻ കാണിച്ചത്. ഒരേ ടവറിൽ ഒരേ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ യാതൊരു സംശയമില്ല, ഇവരെ പിന്തുടർന്നു വന്ന ആ വെള്ള നിറത്തിലുള്ള കാറിനകത്താണ് ശൈലേന്ദ്രയും ഊർമിളയും ഉണ്ടായിരുന്നത്.
ഇപ്പൊ പോലീസിന് മനസ്സിലായി ഈ കൊലപാതകം എങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു, എന്താണ് ഉദ്ദേശം, ഇതൊക്കെ പോലീസിന് വ്യക്തമായി മനസ്സിലായി. അവസാനം രാജേഷിനെ കൊന്ന കുറ്റത്തിന് ഭാര്യ ഊർമിളയെയും ഭാര്യയുടെ കാമുകൻ ശൈലേന്ദ്രയെയും ഇവർക്ക് സഹായിച്ച, സത്യത്തിൽ ഈ അപകടം ചെയ്ത ആ 2 ഡ്രൈവേഴ്സിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ തെളിവുകളെല്ലാം നിരത്തിവെച്ച് അവരെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റു മാർഗമൊന്നുമില്ല. ഞങ്ങൾ പദ്ധതിയിട്ട് തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് അവരും സമ്മതിച്ചു. ഇപ്പോൾ രാജേഷ് മരിച്ചു, ഭാര്യ അറസ്റ്റ് ചെയ്തു, ജയിലിലാണ്. ഇപ്പോൾ ഇതിൽ കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്നത് ഇവരുടെ 2 മക്കളാണ്. 2 മക്കളും അനാഥരായൊരു സാഹചര്യം. അവസാനം ഈ 2 മക്കളും അവരുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. ഈ കേസിന്റെ അന്വേഷണം ഇപ്പോഴും കാൺപൂർ കോടതിയിൽ നടക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാം ഈ 4 പേർക്കും കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന്. ഈ ഒരു കേസിലെന്നല്ല, ഞാൻ ഒരുപാട് കേസിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോ കൊല്ലുമ്പോൾ അതിനിടയിൽ കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്നത് അവരുടെ മക്കളായിരിക്കും. അവരാണ് അവസാനം അനാഥരായി ജീവിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതും ഇങ്ങനെ ഒരു അഫെയറിന് വേണ്ടി ഒരു കൊലപാതകം ചെയ്യുമ്പോൾ 2 കാര്യമുണ്ട്. 99% പോലീസിൽ അകപ്പെടും. വലിയ വലിയ സമ്പന്നരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടും. പക്ഷെ അതും ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ സാധ്യതയുള്ളൂ. ഇതുപോലെ മിഡിൽ ക്ലാസ് പാവപ്പെട്ടവരൊക്കെ ആണെങ്കിൽ തീർച്ചയായും അകപ്പെടും. അപ്പോൾ ജീവിതകാലം മുഴുവനും ജയിലിലായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം ചെയ്തത്? നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ, കാമുകന്റെ കൂടെയോ കാമുകിയുടെ കൂടെയോ അവസാനം വരെയും സന്തോഷകരമായി ജീവിക്കാനാണ് കൊലപാതകം ചെയ്തത്. പക്ഷേ അവസാനം വരെയും അതും നടക്കില്ല. ജീവിതകാലം മുഴുവനും ജയിലിലായിരിക്കേണ്ട ഒരു സാഹചര്യം. അതിനും അപ്പുറം 1000-ൽ ഒരാൾ ഒരു പക്ഷെ രക്ഷപ്പെട്ടു എന്ന് തന്നെ ചിന്തിക്കാം. ഒരു കൊലപാതകം ചെയ്തിട്ട് എങ്ങനെ സമാധാനമായി ജീവിക്കാൻ കഴിയും? അതും വർഷങ്ങളോളം തൻ്റെ കൂടെ ജീവിച്ച ഭർത്താവിനെ കൊന്നിട്ട് എങ്ങനെയാണ് മറ്റൊരാളുമായി സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കുക? ഒരു പക്ഷെ ഒരു ഘട്ടത്തിന് ശേഷം അവരുടെ മനസാക്ഷി തന്നെ അവരെ കൊല്ലാൻ തുടങ്ങും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും താൻ ഇത്ര വലിയ തെറ്റ് ചെയ്തല്ലോ എന്ന ഒരു ചെറിയ ഫീലെങ്കിലും അവർക്കുണ്ടാകും. ഇനി ചിലർക്ക് അങ്ങനെ ഒരു ഫീല് വരില്ല എന്ന് തന്നെ ചിന്തിക്കാം. അങ്ങനെ ഒരു കുറ്റബോധമേ കാണാത്ത വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കർമ്മ എന്നൊരു കാര്യം വരുന്നുണ്ട്. ആ കർമ്മ തീർച്ചയായും അവരെ ഫോളോ ചെയ്തു കൊണ്ടുവരും. ഏതെങ്കിലും രീതിയിൽ അവർക്കുള്ള ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അപ്പം മൊത്തത്തിൽ അക്രമം, ക്രൈം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരു ജീവൻ എടുക്കേണ്ട ഒരു അവകാശം ഈ ലോകത്തിൽ ആർക്കും തന്നെ ഇല്ല. അങ്ങനെ ജീവൻ എടുത്താൽ ഒരുപക്ഷെ നിങ്ങൾ നിയമത്തിൽ അകപ്പെടും. ഇനി നിയമത്തിന്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെട്ടാൽ പോലും ഒരുപക്ഷെ നിങ്ങളുടെ മനസാക്ഷി തന്നെ നിങ്ങളെ കൊല്ലും. അല്ലെങ്കിൽ ഇതിനുള്ള ശിക്ഷ കർമ്മ അല്ലെങ്കിൽ ദൈവം തീർച്ചയായും നിങ്ങൾക്ക് നൽകും. ഊർമിളയെ കുറിച്ച് എനിക്ക് തോന്നുന്നത് വല്ലാത്ത ഗ്രീഡിയുള്ളൊരു സ്ത്രീ. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഭർത്താവിനെ കൊല്ലാനായി ഒരാളെ ഹയർ ചെയ്തു, 40 ലക്ഷം രൂപ കയ്യിലെടുത്ത് കൊടുത്തു, അവനും പറ്റിച്ചിട്ട് പോയി. ഇതിന് പകരം വീട്ടിലുള്ള പണമെല്ലാം എടുത്തുകൊണ്ട് കാമുകന്റെ കൂടെ ഓടിപ്പോയെങ്കിൽ പോലും നമുക്കതിലൊരു ന്യായം കണ്ടെത്താൻ കഴിയും. അത് പോസിബിൾ ആണ്. എന്തായാലും ഭർത്താവിനെ കൊല്ലാൻ കഴിയില്ല, സ്വത്തെല്ലാം കിട്ടില്ല. പക്ഷേ വീട്ടിൽ സ്വർണമുണ്ട്, പണമുണ്ട്, അക്കൗണ്ടിൽ ഒരുപാട് പണം ഉണ്ടാകും. ഇതെല്ലാം എടുത്തുകൊണ്ട് ശൈലേന്ദ്രയുടെ കൂടെ ഒളിച്ചോടാമായിരുന്നു. കുറഞ്ഞത് ആ കുട്ടികൾക്ക് സ്വന്തം അച്ഛനെങ്കിലും കൂടെ ഉണ്ടാകുമായിരുന്നു. ഭാര്യ പോയ വിഷമത്തിൽ കുറച്ചുനാൾ കഴിയും. ഒരു പക്ഷേ ഭാവിയിൽ അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷകരമായി ജീവിക്കാനും സാധ്യതയുണ്ട്. അദ്ദേഹവും ജീവനോടിരുന്നിരിക്കും. പക്ഷേ ഈ സ്ത്രീയുടെ അത്യാഗ്രഹം, ഗ്രീഡി, ഈ കോടിക്കണക്കിന് സ്വത്തെല്ലാം തനിക്ക് തന്നെ വേണം, കാമുകനും വേണം. ആ ഒരു അത്യാഗ്രഹം കൊണ്ടാണ് ഈ കൊലപാതകം ചെയ്തത്. പക്ഷെ ഇപ്പം എന്ത് സംഭവിച്ചു? കാമുകനുമായി അതേ ജയിലിൽ തന്നെ ആയിരിക്കേണ്ട സാഹചര്യം. വീണ്ടും പറയുകയാണ്, അക്രമം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. ഊർമിള 2 കാര്യം ചെയ്തിരിക്കാം. ഒന്നുകിൽ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് കാമുകന്റെ കൂടെ പോയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ ഇതെല്ലാം തെറ്റാണ് എന്ന് മനസ്സിലാക്കി കാമുകനുമായി വേർപിരിഞ്ഞ് ഭർത്താവും മക്കളുമായി സന്തോഷകരമായി ജീവിച്ചിരിക്കാം. പക്ഷെ ഇത് 2ഉം അവർ ചെയ്തില്ല. പകരം ക്രൈം എന്ന ഒരു സൊല്യൂഷൻ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ജീവിതകാലം മുഴുവനും ജയിലിലായിരിക്കേണ്ട ഒരു സാഹചര്യം വന്നത്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാനായി വിക്കിയോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.